സുരേഷ് ഗോപിയുടെ ഷിറ്റ് പ്രയോഗത്തിന് ശേഷം ഇതാ അടുത്ത ഡയലോഗ്. നിങ്ങളൊക്കെ ആരാ? സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിൽ മനസ്സിലാക്കിക്കോ എന്നുള്ള ഡയലോഗാണ്. ഏതായാലും മാധ്യമങ്ങളോട് വീണ്ടും വീണ്ടും തട്ടിക്കയറുന്ന സുരേഷ് ഗോപിയെക്കുറിച്ച് മന്ത്രി കെ ഗണേഷ് കുമാർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. കമ്മീഷണർ സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഹാങ് ഓവർ മാറുന്നതേയില്ല. സുരേഷ് ഗോപി സഞ്ചരിക്കുന്ന വണ്ടിയുടെ ബാക്കിൽ അദ്ദേഹത്തിന് വേണ്ടി സിനിമയിൽ ചിത്രീകരിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു ക്യാപ്പ്, അത് IPS എന്നെഴുതിയ തൊപ്പി, അത് കൃത്യമായി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് കൂടുതലൊന്നും പരാമർശിക്കാൻ താൻ ആളല്ല എന്നും ജനങ്ങൾ തീരുമാനിക്കട്ടെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ എന്നുമാണ് ഗണേഷ് കുമാർ തട്ടിവിട്ടത്. ഏതായാലും 74,000 വോട്ടുകൾക്ക് തൃശ്ശൂരുകാരുടെ വിജയിയായി സുരേഷ് ഗോപി അവതരിച്ചപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ വലിയ അസ്വസ്ഥനാണ് അദ്ദേഹം. ഒരുപക്ഷെ കേന്ദ്രമന്ത്രി സ്ഥാനം കിട്ടാത്തത് കൊണ്ടാണോ അതോ കാര്യമായി സിനിമയിൽ നിന്നും ലാഭം കൊയ്തെടുക്കാൻ കഴിയാത്തത് കൊണ്ടാണോ? ഏതായാലും വലിയ തോതിൽ അസ്വസ്ഥൻ തന്നെയാണ് അദ്ദേഹം എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. ഇന്നാട്ടിലെ ജനങ്ങളോട് ഞാൻ പറയും, മാധ്യമങ്ങളോട് ഞാൻ പറയില്ല. സൂക്ഷിച്ച് സംസാരിക്കണം എന്ന രീതിയിൽ അദ്ദേഹം തട്ടിവിടുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തെ ആ ക്രൗര്യം കണ്ടാൽ ആരായിരുന്നാലും ഒന്ന് പകച്ചു പോകും എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. സുരേഷ് ഗോപി രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസിനോട് തട്ടിക്കേറിയ ആ പൊളപ്പൻ ഡയലോഗുണ്ട്. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ മുഖം, അതായത് കവിളുകൾ കുലുങ്ങുന്നുണ്ടായിരുന്നു. എന്തൊരു ഡയലോഗ്! മാസ് തന്നെയാണ്. ഏതായാലും ജനകൻ സിനിമയിൽ പറഞ്ഞ ഡയലോഗ്, ഒരച്ഛൻ്റെ രോദനം, അത്തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരു സംഖ്യയുടെ രോദനം എന്ന രീതിയിലേക്ക് മാറ്റി എഴുതേണ്ടി വരുമോ എന്നാണ് പലരും ചിന്തിക്കുന്നത്. എമ്പുരാനിലെ ടൈറ്റിൽ കാർഡിൽ സുരേഷ് ഗോപിക്ക് നന്ദി എന്ന രീതിയിൽ തുടക്കത്തിൽ എഴുതുന്നുണ്ടായിരുന്നു. അതൊക്കെ മാറ്റിക്കളയാൻ പറഞ്ഞത് അദ്ദേഹം തന്നെയാണ്. ആദ്യം സിനിമ കണ്ടിറങ്ങിയ മേജർ രവി പറഞ്ഞത് സിനിമ ഗംഭീരമായിരിക്കുന്നു എന്നാണ്. എന്നാൽ പിന്നീട് പറയുന്നു അതിൽ രാജ്യവിരുദ്ധതയുണ്ട് എന്ന്. ഏതായാലും സുരേഷ് ഗോപിയെക്കുറിച്ച് ജോൺ ബ്രിട്ടാസ് പറഞ്ഞത് എമ്പുരാനിലെ മുന്നേ പോലെയാണ് അദ്ദേഹം എന്ന രീതിയിലാണ്. മുന്നയുടെ കഥാപാത്രം കൃത്യമായും സംഘപരിവാറിന് വേണ്ടി എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്ന ഒരു കഥാപാത്രമായാണ് മുരളി ഗോപി അവതരിപ്പിച്ചിരിക്കുന്നത്. തൃശ്ശൂറുകാർക്ക് ഒരു തെറ്റ് പറ്റിയെന്നും അടുത്ത തവണ ആ അക്കൗണ്ട് പൂട്ടിക്കുമെന്നാണ് ജോൺ ബ്രിട്ടാസ് കൃത്യമായും രാജ്യസഭയിൽ പറഞ്ഞിരിക്കുന്നത്. പൂട്ടിയാലും ഇല്ലെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, 2029 ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരെ സുരേഷ് ഗോപിയെ തൃശ്ശൂരുകാർ സഹിച്ചേ പറ്റൂ.